ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ഇന്ന് തന്നെ നിർത്തേണ്ട 5 പ്രധാന തെറ്റുകളെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. ഈ 5 മിസ്റ്റേക്കുകൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം വിരൂപമാക്കി മാറ്റും ഈ ശീലങ്ങൾ. നിങ്ങൾ ഇപ്പോൾ തന്നെ സമയത്തിന് മുൻപ് തന്നെ, അത് അധികമാകുന്നതിന് മുൻപ് തന്നെ നിർത്തിയില്ല എങ്കിൽ ഇത് പിന്നീട് നിങ്ങൾക്ക് റിവൈസ് ചെയ്യുവാൻ കഴിയാത്ത രീതിയിൽ നിങ്ങളെ കേടുവരുത്തും. ഞാനിപ്പോൾ നിങ്ങൾക്ക് ആ മിസ്റ്റേക്ക് എന്തൊക്കെയാണെന്നുള്ളതും അതിനുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അതുമാത്രമല്ല, ഈ വീഡിയോയുടെ അവസാന ഭാഗത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 3 ക്രേസി ബോണസ് ടിപ്സ് പറഞ്ഞു തരാം. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലുക്കിനെ ഇൻസ്റ്റന്റ്ലി ലെവലപ്പ് ചെയ്യുവാൻ കഴിയും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണൂ. നമ്പർ 1, യൂസിങ് ബാഡ് പ്രോഡക്ട്സ്. അത് പ്രത്യേകിച്ച് നിങ്ങളുടെ ഹെയറിനും സ്കിന്നിനും വേണ്ടി നിങ്ങൾ ബാഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. നിങ്ങൾക്ക് 100% അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, മാർക്കറ്റിൽ ഹെയർ ആൻഡ് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെല്ലാം പ്രോഡക്റ്റുകളാണ് നമുക്ക് വേണ്ടി വാങ്ങാൻ കഴിയുന്നത്. അതും വലിയ വലിയ കമ്പനികളുടെ ആയിരിക്കും. അത് നിങ്ങൾ പല ഷോപ്പുകളിലും പോയി കഴിഞ്ഞാൽ ഫ്രണ്ട് ഭാഗത്ത് തന്നെ അലങ്കരിച്ചുകൊണ്ട് ധാരാളം വെച്ചിട്ടുണ്ടാകും. എന്നാൽ ഇതിലുള്ള പല പ്രോഡക്റ്റുകളിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, വളരെയധികം ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഏതൊരു പ്രോഡക്റ്റ് വാങ്ങുമ്പോഴും ആ പ്രോഡക്റ്റിൽ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ടാകും. ആ ഡീറ്റെയിൽസ് തീർച്ചയായിട്ടും നിങ്ങൾ വായിച്ചു നോക്കണം. കൂടുതലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് അറിയാം, ഒരു മിസ്റ്റേക്ക്. അവർ വാങ്ങിക്കുന്ന ഒരു പ്രോഡക്റ്റിലുള്ള ഡീറ്റെയിലുകളൊന്നും വായിച്ചു നോക്കാറില്ല. പ്രോഡക്റ്റിൽ ആകർഷണം കൊണ്ടാണ് വാങ്ങിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഏതൊരു പ്രോഡക്റ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഗ്രേഡ് എന്താണ്, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾ അതിൽ നിന്ന് തന്നെ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങളുടെ ശരീരത്തിന് അത് ഹാംഫുള്ളായി മാറിയേക്കാമെന്ന് പോലും ചില പ്രോഡക്റ്റുകൾ എഴുതിയിട്ടുണ്ടാവും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം ഓരോ പ്രോഡക്റ്റുകളും വാങ്ങിക്കുവാൻ. എന്തിനാണ് പല പ്രോഡക്റ്റുകളിലും ഇങ്ങനെയുള്ള കെമിക്കൽസ് ചേർക്കുന്നതെന്ന് വെച്ചാൽ, അതിൻ്റെ ഷെൽഫ് ലൈഫ് വർദ്ധിക്കുവാൻ വേണ്ടിയിട്ടാണ്. അതായത് കൂടുതൽ കാലം അത് എടുത്തു വെക്കാൻ വേണ്ടിയിട്ടാണ് പലതരത്തിലുള്ള കെമിക്കൽസ് അതിൽ ചേർത്തേണ്ടി വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ നിറത്തിനും മണത്തിനും ഒക്കെ വേണ്ടിയിട്ടും ഇങ്ങനെയുള്ള കെമിക്കൽസ് ഒക്കെ ചേർക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ വാങ്ങുകയും സ്ഥിരമായി നിങ്ങളുടെ ചർമ്മത്തിൽ ഉപയോഗിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ചർമ്മത്തിന് അത് പെർമനന്റ് ആയിട്ടുള്ള ഡാമേജസ് ആയിരിക്കും ഉണ്ടാക്കി വെക്കുക. പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ചർമ്മം പഴയ പോലെ ആക്കാൻ കഴിയില്ല. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ചർമ്മം പ്രകൃതി കൊണ്ട് നിർമ്മിച്ചതാണ്, പ്രകൃതിദത്തമാണ്. അതിന് പ്രകൃതിദത്തമായ സാധനങ്ങൾ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഇനി പ്രോഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിലും അത് അധികം ഹാംഫുൾ അല്ലാത്തത് വാങ്ങി ഉപയോഗിക്കണം. ഹെയർ ഫാൾ, സ്കിൻ ഇൻഫെക്ഷൻ, ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളും നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകളുടെ മിസ്റ്റേക്ക് കൊണ്ട് സംഭവിക്കുന്നതാകാം. അതുപോലെ തന്നെ നിങ്ങളുടെ മുഖത്തിന് പെട്ടെന്ന് വയസ്സായതുപോലെയുള്ള ഒരു അവസ്ഥയുണ്ടാക്കും ചില പ്രോഡക്റ്റുകൾ നിങ്ങൾ കറക്റ്റായി യൂസ് ചെയ്തില്ല എങ്കിൽ. ഈ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും അശ്രദ്ധരായി മാറരുത്. തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണിത്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിൽ ഉപയോഗിക്കാവുന്ന, ഹെയറിൽ ഉപയോഗിക്കാവുന്ന പ്രോപ്പർ പ്രോഡക്റ്റുകൾ ഏതാണെന്നുള്ളത് നിങ്ങളൊരു സ്കിൻ ഡോക്ടറെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഹെയർ ഡോക്ടറെ കണ്ടുകൊണ്ട് മാത്രമേ, പ്രിസ്ക്രിപ്ഷനോടുകൂടി മാത്രമേ ഉപയോഗിക്കാവൂ. അല്ലെങ്കിൽ തന്നെ അവർ പറഞ്ഞു തരുന്ന ഒരു ഗൈഡ് ലൈൻ യൂസ് ചെയ്തുകൊണ്ട് മാത്രമേ ഉപയോഗിക്കാവൂ. കാരണം എല്ലാവരുടെയും ഹെയർ ഡിഫറെൻ്റ് ആണ്, എല്ലാവരുടെയും സ്കിൻ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഇല്ല. പ്രോഡക്റ്റുകളിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അത് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണ്, ഹെയർ ടൈപ്പ് ഏതാണ്, ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളത് യൂസ് ചെയ്യാവൂ. മാർക്കറ്റിൽ കാണുന്ന എല്ലാ പ്രോഡക്റ്റും നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ളതല്ല. ഇതെപ്പോഴും ഓർമ്മ വേണം. ഫ്രണ്ട്സ്, ഈ വീഡിയോയുടെ ഇടയിൽ നിങ്ങൾക്ക് ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പറഞ്ഞുതരാം. ന്യൂ ഇയർ വരാൻ പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരവസരമാണ് ന്യൂ ഇയർ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു, കുക്കു എഫ്എമ്മും ആഗ്രഹിക്കുന്നു. കുക്കു എഫ്എം നിങ്ങൾക്ക് വേണ്ടി ഈ ന്യൂ ഇയറിൽ നല്ലൊരു ഓഫർ നൽകുകയാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, ആർക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിലും അതിശക്തമായ അറിവുകൾ അടങ്ങിയ ഈ ഒരു ഗിഫ്റ്റ് ഈ ന്യൂ ഇയറിന് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും. എന്താണ് ഗിഫ്റ്റ് എന്നല്ലേ? ഒരു മാസത്തേക്കുള്ള കുക്കു എഫ്എമ്മിന്റെ 60% മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഡിസ്കൗണ്ട് ഓഫർ. അതായത് വെറും 39 രൂപയ്ക്ക് 10Kയുടെ മുകളിലുള്ള ഓഡിയോസ് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയി ആക്സസ് ചെയ്യുവാനുള്ള അവസരം. നമ്മളുടെ ഈ വീഡിയോ കാണുന്ന ഓഡിയൻസിന് വേണ്ടി NY60 എന്ന ഈ കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് ജനുവരി 1 വരെ നിങ്ങൾക്ക് ഈ ഓഫറിൽ കുക്കു എഫ്എമ്മിന്റെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ എടുക്കാവുന്നതാണ്. ഈ ഓഫർ ഡിസംബർ 28 മുതൽ ജനുവരി 1 വരെ മാത്രമേ ഉള്ളൂ. അറിവിന്റെ ഈ മാസ്മരിക ലോകത്തേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ വേണ്ടിയിട്ട് കുക്കു എഫ്എം നൽകുന്ന ഈ ഓഫർ ഇപ്പോൾ തന്നെ ഉപയോഗപ്പെടുത്തൂ. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. വായിച്ചു നോക്കുക. കുക്കു എഫ്എമ്മിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഒരു മാസത്തേക്കുള്ള ന്യൂ ഇയറിന്റെ ഈ തകർപ്പൻ ഓഫർ യൂസ് ചെയ്യുക. സോ ഈ 2023 നിങ്ങൾക്ക് വലിയ ചേഞ്ചസ് ഉണ്ടാകുന്ന ഒരു വർഷമായി ഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോയിലേക്ക് തിരിച്ചു വരും. രണ്ടാമത്തെ പോയിന്റ്, ബാഡ് ക്യാരക്ടർ. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ നിങ്ങളെക്കുറിച്ച് വളരെ നല്ലൊരു വ്യക്തിയാണ് ഞാൻ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ പലപ്പോഴും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ബിഹേവിയർ,
നിങ്ങളുടെ മറ്റുള്ളവരോടൊപ്പമുള്ള ഇടപഴകൽ, അതുപോലെ തന്നെ നിങ്ങളുടെ ടോട്ടൽ പേഴ്സണാലിറ്റി, ഇതൊക്കെ വളരെ മോശമാണ് താനും. എന്നാൽ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾ വളരെ നല്ലൊരു വ്യക്തിയാണ് എന്നാണ്. ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണയിൽ നിങ്ങൾ മുന്നോട്ട് ജീവിച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങൾ കൂട്ടുകാരുടെ കൂടെ ചേരുന്ന സമയത്ത് ചിലപ്പോൾ വേറൊരു സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തനിച്ചാകുമ്പോൾ വേറെ സ്വഭാവമായിരിക്കും. കൂട്ടുകാരുടെ കൂടെ ചേരുന്ന സമയത്ത് നിങ്ങൾ പെൺകുട്ടികൾക്ക് കമൻറ്റ് പറയുക, മറ്റ് വ്യക്തികളെ ബോഡി ഷേമിംഗ് ചെയ്യുക, ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ തമാശയാണെങ്കിൽ പോലും ആ തമാശ വളരെയധികം നിലവാരം കുറയുന്ന രീതിയിലേക്കൊക്കെ ആയിപ്പോകുന്ന പല അവസരങ്ങളും ഉണ്ടാവാറുണ്ട്. ഇത് ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുകയും ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ നിന്ന് തേച്ചു മായ്ച്ച് കളയാൻ പറ്റാത്ത രീതിയിലുള്ള ബ്ലാക്ക് മാർക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വീഴുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ സ്വഭാവത്തിലും വളരെയധികം ശ്രദ്ധിക്കണം. ഇത് ഫിസിക്കൽ വേൾഡിൽ മാത്രമല്ല, ഡിജിറ്റൽ വേൾഡിലും കാണാം. ചില ആളുകൾക്ക് ഓൺലൈനിൽ യൂട്യൂബിലും അതുപോലെയുള്ള മറ്റ് പ്ലാറ്റ്ഫോമുകളിലൊക്കെ വീഡിയോകളിലൊക്കെ നെഗറ്റീവ് കമൻ്റ് ഇടുക, ഡിസ്ലൈക്ക് ചെയ്യുക, ഹെയ്റ്റ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക, അങ്ങനെയുള്ള ശീലങ്ങൾ ഒരുപാടുണ്ട്. വളരെ വൃത്തികേടുള്ള കമൻറ്റുകൾ യൂസ് ചെയ്യുക. കമൻറ്റ് ബോക്സിൻ്റെ തന്നെ നിയമമുണ്ട്. കമൻറ്റുകൾ റെസ്പെക്റ്റോടുകൂടി മാത്രമേ ഉപയോഗിക്കാവൂ എന്ന നിയമമുണ്ട്. പക്ഷെ അതുപോലും ശ്രദ്ധിക്കാതെ മനസ്സിൽ തോന്നുന്നതൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുന്ന സ്വഭാവം, ഇതെല്ലാം നിങ്ങളുടെ വ്യക്തിത്വത്തിനെ കംപ്ലീറ്റ്ലി ഡാമേജ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സൊസൈറ്റിയിൽ നിങ്ങളെക്കാൾ എന്തെങ്കിലും കാരണങ്ങളാൽ ചില സ്റ്റാറ്റസുകളിൽ താഴെ ഇരിക്കുന്നവർ, അത് പൈസ കൊണ്ടാവാം, നോളജ് കൊണ്ടാവാം, പ്രായം കൊണ്ടാവാം, എന്തുകൊണ്ടെങ്കിലും നിങ്ങളെക്കാൾ താഴെയുള്ള ആളുകളെയൊക്കെ നിങ്ങൾ വളരെയധികം മോശമായിട്ട് പരിഗണിക്കുന്ന ഒരു സ്വഭാവം, അവരെയൊക്കെ ഒരു നികൃഷ്ടമായിട്ട് കാണുന്ന സ്വഭാവം, ഇതെല്ലാം നിങ്ങളുടെ വ്യക്തിത്വത്തിലേക്ക് ഒരു ഡാമേജ് ഉണ്ടാക്കി വെക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, നിങ്ങൾ ആളുകളുടെ ഫേസ് നോക്കിയിട്ട്, ആളുകളുടെ സൗന്ദര്യം നോക്കിയിട്ട്, ആളുകളുടെ ബോഡി ഷേപ്പ്, ഉയരം, കളറ്, ഇതിനെയൊക്കെ നോക്കിയിട്ട് ഇതിനെയൊക്കെ ഷെയിം ചെയ്തുകൊണ്ട് നിങ്ങൾ ബ്ലെയിം ചെയ്യുന്ന സ്വഭാവമുള്ള വ്യക്തിയാണെങ്കിൽ, അവരെ തമാശയ്ക്കാണെന്നുണ്ടെങ്കിലും കളിയാക്കുന്ന സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വം വളരെ മോശമായ വ്യക്തിത്വമാണെന്നാണ് അർത്ഥം. അങ്ങനെയുള്ള ഒരു കാരണത്താൽ ആ വ്യക്തി എത്രയധികം വേദനിക്കുന്നുണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനേ കഴിയുന്നില്ല എന്നാണ് അർത്ഥം. ഒരു വ്യക്തിയുടെ ശരീരം എങ്ങനെയുള്ളതാണ് എന്നുള്ളത് ആ വ്യക്തി സ്വയം ഡിസൈൻ ചെയ്തുണ്ടാക്കിയതല്ല, അത് ആ വ്യക്തിക്ക് ലഭിച്ച ശരീരമാണ്. അതുകൊണ്ട് ആ വ്യക്തിക്ക് അതിൻ്റെ മേലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം തന്നെ അതിൽ വിഷമത്തിലായിരിക്കും. അതിൻ്റെ മേലെയായിരിക്കും നിങ്ങളുടെ ഇത്തരത്തിലുള്ള ബ്ലെയിമിങ്ങും. ഓൾറെഡി അതിൻ്റെ വിഷമത്തിലായിരിക്കും. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു സൈക്കോളജി നിങ്ങൾ അവരുടെ മേലെ ഉപയോഗിക്കുന്ന സമയത്ത് അവർക്ക് നിങ്ങൾ മൂലം വീണ്ടും വിഷമം ഉണ്ടാകുന്നു. എന്നാൽ ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ മനുഷ്യൻ്റെ ഉയരം, നിറം, രൂപം, മുഖം, ഇതൊക്കെ നോക്കിയിട്ട് മനുഷ്യരെ വിലയിരുത്തുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾ വളരെയധികം നൂറ്റാണ്ടുകൾ പിന്നിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് അർത്ഥം. കാരണം മോഡേൺ സൊസൈറ്റിയിൽ ഇതൊന്നും വെച്ചിട്ടല്ല മനുഷ്യനെ വിലയിരുത്തുന്നത്, മനുഷ്യത്വം വെച്ചുകൊണ്ടാണ് വിലയിരുത്തുന്നത്. നിങ്ങൾ ടെമ്പററി ആയിട്ടാണ് ഇത്തരത്തിലുള്ള കമൻറ്റുകൾ പറയുകയും ഇത്തരത്തിൽ ആളുകളെ ഷെയിം ചെയ്യുകയൊക്കെ ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് അത് ബ്ലാക്ക് മാർക്കായിട്ട് വീഴുക. നിങ്ങൾ വിചാരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് കുറച്ച് പ്രായം പക്വതയൊക്കെ വന്നാൽ ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ നിൽക്കുമെന്ന്. പക്ഷെ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. നിങ്ങൾക്ക് പ്രായം കൂടുന്തോറും ഇത്തരം സ്വഭാവങ്ങൾ കൂടിക്കൂടി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സ്വഭാവം നിങ്ങൾ ഇന്ന് തന്നെ നിർത്തും. നമ്പർ 3, പോപ്പിംഗ് യുവർ പിമ്പിൾസ്. ടീനേജ് പ്രായത്തിലെല്ലാം മുഖത്ത് കുരുക്കൾ വരുന്നത് സ്വാഭാവികമാണ്. അല്ലെങ്കിൽ തന്നെ ടീനേജ് പ്രായത്തിൽ അല്ലെങ്കിലും പല പ്രായത്തിലും നമ്മുടെ മുഖത്തിൽ കുരുക്കൾ വരാം. മുഖത്തിൽ മാത്രമല്ല, ശരീരത്തിൽ പലയിടത്തും ഇത്തരത്തിലുള്ള കുരു വന്നേക്കാം. ഇത് ശരീരത്തിലുള്ള കൊഴുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. ചില ഹോർമോണൽ ചേഞ്ചസ് കാരണത്താലോ കഴിക്കുന്ന ഭക്ഷണം കാരണത്താലോ സ്കിന്നിൻ്റെ സ്വഭാവം കാരണത്താലെല്ലാം ഇത്തരത്തിലുള്ള പിമ്പിൾസ് എല്ലാം ഉണ്ടായേക്കാം. എന്നാൽ ഈ പിമ്പിൾസ് പൊട്ടിക്കുക എന്ന് പറയുന്നത് പലർക്കും വളരെ ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കും. അതിലൂടെ എന്തോ ഒരു സുഖം കിട്ടുന്നത് പോലെയാണ്. പക്ഷേ പിമ്പിൾസ് പൊട്ടിക്കുന്നൊരു ശീലം നിങ്ങൾക്കുണ്ട് എങ്കിൽ ഈ പിമ്പിൾസ് പൊട്ടിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്തെല്ലാം ഡാമേജാണ് ഉണ്ടാകുന്നതെന്ന് അറിയാമോ? ഒന്ന്, പിമ്പിൾസ് പൊട്ടിക്കുമ്പോൾ അവിടെ ഒരു ചെറിയ ഹോള് സൃഷ്ടിക്കപ്പെടും. അതിലൂടെ പല ബാക്ടീരിയാസും ഉള്ളിലേക്ക് കയറി കൂടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പിമ്പിൾസ് പൊട്ടിക്കുന്നത് ഒരിക്കലും നല്ലൊരു ശീലമല്ല. രണ്ടാമത്തെ കാര്യം, പിമ്പിൾസ് പൊട്ടിക്കുന്നതിലൂടെ വീണ്ടും വീണ്ടും പിമ്പിൾസ് ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ പിമ്പിൾസ് പൊട്ടിക്കുമ്പോൾ പെർമനൻ്റ് ആയിട്ട് നിങ്ങളുടെ മുഖത്ത് ഒരു ഡാർക്ക് സ്പോട്ട് ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ പിമ്പിൾ കാരണത്താൽ ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നം കുറേ കാലം കഴിഞ്ഞാലും മുഖത്ത് കാണപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പിമ്പിൾസ് വരുമ്പോൾ പൊട്ടിക്കാതിരിക്കണം. പൊട്ടിച്ചു കഴിഞ്ഞാൽ അതവിടെ ഒരു ഡാർക്ക് സ്പോട്ടായിട്ട് മാറും. അതുകൊണ്ട് പിമ്പിൾ പൊട്ടിക്കുന്ന ശീലം വളരെ മോശമായിട്ടുള്ള ശീലമാണ്. ഈ ശീലം നിങ്ങൾ ഇപ്പോൾ തന്നെ ഉപേക്ഷിക്കൂ. നമ്പർ 4, ആൾവേസ് ക്വൈറ്റ്. പലരും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള റോങ് ഇൻഫർമേഷൻ നൽകിയിട്ടുണ്ടാവും. അതായത് നിങ്ങൾ ഇത്തിരി ഇൻട്രോവേർട്ട് ആണെന്നുണ്ടെങ്കിൽ ഇൻട്രോവേർട്ട്നെസ് ഒരു രോഗമാണ് എന്നുള്ള രീതിയിൽ ഇൻട്രോവേർട്ട്നെസ് മാറ്റിയെടുക്കേണ്ടതാണ്, നീ എക്സ്ട്രോവേർട്ടായി മാറും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും.
ഇങ്ങനെയുള്ള ഒരു സോഷ്യലായിട്ടുള്ള ചിന്താഗതി കാരണം, ബിലീഫ് സിസ്റ്റം കാരണം, അഥവാ നിങ്ങൾ കുറച്ച് കൂടുതൽ ഇൻട്രോവേർട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ ബിഹേവിയറിലെല്ലാം കുറേ വൈകല്യങ്ങൾ വരും. അപ്പോൾ മറ്റുള്ളവരുടെ ഇടയിൽ നിങ്ങൾക്ക് പെരുമാറാനും സംസാരിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇൻട്രോവേർട്ട്നെസ് എന്ന് പറയുന്നത് ഒരു സ്വഭാവം മാത്രമാണ്, ഒരു രീതിയാണത്. അതൊരിക്കലും ഒരു മോശമായ രീതിയാണെന്നോ നല്ല രീതിയാണെന്നോ പറയാൻ പറ്റില്ല. രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട്, എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആളുകളും ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകളും. ഇതിൽ ഏതാണെന്നുണ്ടെങ്കിലും അതൊരു സ്വഭാവം മാത്രമാണ്, ഒരു തരം വ്യക്തിത്വം മാത്രമാണ്. നിങ്ങൾ ഇൻട്രോവേർട്ട് ആണ് എന്നുള്ളത് കൊണ്ട് അതൊരു കുറവാണെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ലോകത്തിന് വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ള പല ആളുകളും ഇൻട്രോവേർട്ടുകളായിരുന്നു. സോ ഇൻട്രോവേർട്ട്നെസ് ആൻഡ് എക്സ്ട്രോവേർട്ട്നെസ് രണ്ട് തരം സ്വഭാവങ്ങൾ മാത്രമാണ്, രണ്ട് തരം വ്യക്തിത്വങ്ങൾ മാത്രമാണ്. ഇതിൽ രണ്ടിലും നിങ്ങൾക്ക് കുറച്ചിലൊന്നും ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങളൊരു ഇൻട്രോവേർട്ട് ആണെന്നുണ്ടെങ്കിലും നിങ്ങളൊരു എക്സ്ട്രോവേർട്ട് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ക്വൈറ്റായിരിക്കുക. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ വിമർശനം നേരിടേണ്ടി വരുമ്പോൾ ക്വൈറ്റായിരിക്കുക. കാരണം അത് നിങ്ങളുടെ വ്യക്തിത്വമാണ്. അത് നിങ്ങൾ തന്നെ ആദ്യം അക്സെപ്റ്റ് ചെയ്യണം, അതിൽ നിങ്ങൾ അഭിമാനിക്കണം. ഇനി ഇൻട്രോവേർട്ടുകൾക്ക് എക്സ്ട്രോവേർട്ടുകൾക്കും വേണ്ടിയിട്ട് ഒരു ചെറിയ ഗൈഡൻസ് ഇവിടെ പറഞ്ഞുതരാം. നിങ്ങൾ കൂടുതലായിട്ട് ഇൻട്രോവേർട്ട് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. നിങ്ങൾ എവിടെയും ഒന്നും സംസാരിക്കാതെ അങ്ങനെ ജീവിക്കരുത്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുവാൻ വേണ്ടി കോൺഷ്യസ്ലി ട്രൈ ചെയ്യണം, ആളുകളോട് ഇടപഴകാനൊക്കെ. പക്ഷെ അതിന് മുമ്പ് കുറച്ച് സമയം ഒന്ന് ചിന്തിച്ച് നിങ്ങൾ സംസാരിക്കാനുള്ള ഒരു പ്രിപ്പറേഷനൊക്കെ മനസ്സിൽ ചെയ്തിട്ട് എന്നിട്ട് സംസാരിക്കാവുന്നതാണ്. കുറച്ച് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഓവറായിട്ട് എക്സ്ട്രോവേർട്ട് ആണെന്നുണ്ടെങ്കിൽ ആളുകളുടെ ഇടയിലൊക്കെ കുറച്ചൊന്ന് സംസാരിക്കാതെ ഇരിക്കുവാനുള്ള പ്രാക്ടീസ്, കുറച്ച് ക്വൈറ്റായിരിക്കാനുള്ള പ്രാക്ടീസും ചെയ്യേണ്ടതാണ്. നമ്പർ 5, ഇറഗുലർ റുട്ടീൻ. അതായത് ഇതിൽ 4 കാര്യങ്ങളാണ് പ്രധാനമായി വരുന്നത്. നിങ്ങളുടെ ഭക്ഷണം, നിങ്ങളുടെ ഉറക്കം, നിങ്ങളുടെ വ്യായാമം, നിങ്ങളുടെ സ്ക്രീൻ ടൈം. സഫീഷ്യൻ്റ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു ഡേ ആൻഡ് നൈറ്റ് റുട്ടീൻ നമുക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വളരെ ആവശ്യമാണ്. അത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാവട്ടെ, ഉറങ്ങുന്ന കാര്യത്തിലാവട്ടെ, വ്യായാമത്തിൻ്റെ കാര്യത്തിലാവട്ടെ, ഫോണോ ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിലാവട്ടെ, നിങ്ങൾ കഴിക്കുന്ന വസ്തുക്കൾ നിങ്ങൾക്ക് എനർജി ക്രിയേറ്റ് ചെയ്ത് തരുന്ന, നിങ്ങൾക്കൊരു ഓവറോൾ കലോറി കിട്ടുന്ന തരത്തിലുള്ള, ആവശ്യമുള്ള എല്ലാ ന്യൂട്രിയൻസും കിട്ടുന്ന രീതിയിലുള്ള ഒരു ഫുഡ് ആയിരിക്കണം എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കണം. കൂടുതലായി ജങ്ക് ഫുഡ് കഴിക്കുക, സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുക, ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ നിങ്ങൾക്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ബോഡിയെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കഴിക്കുന്നത് എന്ന് ഓർമ്മ വേണം. വെറും ടേസ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന ഒരു ഹാബിറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ റെഡ്യൂസ് ചെയ്യണം. മാത്രമല്ല നിങ്ങൾക്ക് കഴിക്കാനൊക്കെ കുറച്ചൊരു ടൈം കീപ്പ് ചെയ്യുക. അതായത് തോന്നുമ്പോഴെല്ലാം കഴിച്ചുകൊണ്ടിരിക്കാതെ ഒരു ഗ്യാപ്പ് നമ്മുടെ ആമാശയത്തിന് കൊടുക്കുന്ന പോലെ ഒരു ടൈമിംഗ് ഒക്കെ വെച്ച് ഒരു 3 മണിക്കൂർ നേരത്തേക്കൊക്കെ ഒന്നും കഴിക്കാതിരിക്കുന്ന പോലെ ആമാശയത്തെ കീപ്പ് ചെയ്യുന്ന ഒരു സ്വഭാവം കൂടെ നമുക്കുണ്ടായിരിക്കണം. അതായത് ചെറിയ ചെറിയ ഫാസ്റ്റിങ്ങുകൾ നമ്മുടെ ആമാശയത്തിന് കിട്ടണമെന്നർത്ഥം. മറ്റൊന്ന്, നമ്മൾ റെഗുലറായിട്ട് എക്സർസൈസ് തീർച്ചയായിട്ടും ചെയ്യണം. എന്നും 1 മണിക്കൂർ നിർബന്ധമായിട്ട് നമ്മൾ വ്യായാമം ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ മനുഷ്യരുടെ ശരീരം ഇവോൾവ് ആയിരിക്കുന്നത് ഒരു ദിവസം 20 കിലോമീറ്ററോളം നടക്കുന്ന രീതിയിലാണ്. ചിന്തിച്ചു നോക്കൂ, അത്രയും വ്യായാമം ആവശ്യമുള്ള ഒരു ശരീരഘടനയാണ് നമ്മുടേത്. അപ്പം നമ്മൾ ഒരു വ്യായാമം ചെയ്യാതിരുന്നാൽ എങ്ങനെ ഉണ്ടാകും? അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യത്തിന് വ്യായാമം കൊടുക്കണം. മറ്റൊന്ന്, നിങ്ങൾ ഉറങ്ങുന്നതാണ്. നിങ്ങൾക്ക് ഉറങ്ങാനുള്ള ഒരു സമയം ഉണ്ടായിരിക്കണം. അതായത് അത് എത്ര മണിക്ക് കിടക്കണം, എത്ര മണിക്ക് ഉണരണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു വ്യവസ്ഥ ഉണ്ടായിരിക്കണം. ഈ ടൈം നിങ്ങൾ കൃത്യമായിട്ട് പാലിക്കണമെങ്കിൽ മാത്രമേ നിങ്ങളെ കൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ഉറക്കം മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽത്തി ആയിട്ട് ഉറങ്ങാനും നിങ്ങളെ കൊണ്ട് പറ്റുകയുള്ളൂ. മറ്റൊന്ന്, നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്നതിന്, ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നതിനൊക്കെ കൃത്യമായിട്ടുള്ളൊരു സമയ വ്യവസ്ഥ വെക്കണം. അതായത് ഇത് ഞാൻ പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ടാണ്. ശരി, നിങ്ങൾ ജോബിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, ഇതെല്ലാം ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടൊരു ടൈം ഷെഡ്യൂൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഫോണെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെക്ക് ചെയ്യാൻ, ഫേസ്ബുക്ക് ചെക്ക് ചെയ്യാൻ, ഇൻസ്റ്റഗ്രാം ചെക്ക് ചെയ്യാനൊക്കെ കൃത്യമായിട്ട് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും, അല്ലെങ്കിൽ രാവിലെയും രാത്രിയും എന്ന് പറഞ്ഞ് കൃത്യമായിട്ടൊരു ടൈം നിങ്ങൾ വെക്കണം. ഈ ടൈമിൽ യൂസ് ചെയ്യുന്ന ഒരു ശീലം. പിന്നെ ഒരു ദിവസം എത്ര ടൈം ഞാൻ ടോട്ടലായിട്ട് ഈ ഫോണെല്ലാം യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഡാറ്റ നമ്മുടെ കയ്യിൽ വേണം. കാരണം ഇതെല്ലാം നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് സമയത്തെ തിന്നു തീർക്കുന്ന ചില ഉപകരണങ്ങളാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ വളരെ സൂക്ഷിക്കുക. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ചില ബോണസ് ടിപ്പുകളാണ്. അത് നിങ്ങളുടെ ലുക്ക് എങ്ങനെ കുറച്ചുകൂടെ ലെവലപ്പ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ടിപ്പുകളാണ്. അതായത് നിങ്ങൾ മറ്റുള്ളവരുടെ ഇടയിൽ കുറച്ച് വ്യത്യസ്തനായിരിക്കുവാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ ഒരു അട്രാക്ഷൻ പോയിന്റായി മാറാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. ഒന്നാമത്തത്, നിങ്ങളുടെ അരയ്ക്ക് മേലെയുള്ള ഡ്രസ്സ് എപ്പോഴും കുറച്ച് ലൈറ്റ് കളർ ആൻഡ് പ്ലെയിൻ കളർ ആയിരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് വളരെയധികം കൂൾ ഇഫക്റ്റ് നൽകുന്ന ചില കളറുകൾ, അത്തരത്തിലുള്ള കളറുകൾ, പ്ലെയിൻ ആയിട്ടുള്ള കളറുകൾ, അത്തരത്തിലുള്ള ഡ്രസ്സുകൾ നിങ്ങൾ അരയ്ക്ക് മേലേക്ക് ഉപയോഗിക്കുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇത്തരം ഡ്രസ്സുകൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയും നിങ്ങളുടെ അപ്പിയറൻസും എല്ലാം ഈ ഒരു ഡ്രസ്സുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും.
അതിലൂടെ ഇത്തരത്തിലുള്ള ഒരു ഡ്രസ് കോഡിലൂടെ നിങ്ങൾക്ക് ഒരു പ്രത്യേക വ്യക്തിത്വം തന്നെ നൽകും. ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. രണ്ടാമത്തെ ടിപ്പാണ് എന്തെങ്കിലും ഫേസ് ആക്സസറീസ് ഉപയോഗിക്കുക. അതൊരു ക്യാപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്പെക്സ് ആയിരിക്കാം, അതൊരു ക്യാപ്പ് ആവാം, അല്ലെങ്കിൽ ഒരു സൺഗ്ലാസ് ആവാം, അല്ലെങ്കിൽ ഒരു ഇയർ ഓർണമെന്റ് ആകാം, അല്ലെങ്കിൽ ഒരു നെക്ക് ചെയിൻ ആകാം. അങ്ങനെ എന്തെങ്കിലും ഫേസിലേക്ക് നോക്കുന്ന സമയത്ത് വെറും കാലി ഫേസ് അല്ലാതെ അവിടെ എന്തെങ്കിലും ഒരു ഓർണമെന്റ്, എന്തെങ്കിലും ഒരു ആക്സസറി നിങ്ങളുടെ ഫേസുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളിൽ എവിടെയെങ്കിലും കാണപ്പെടണം. ഇത് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ലുക്ക് കൊടുക്കുന്ന കാര്യമാണ്. ഇത് നിങ്ങളെ കുറച്ചുകൂടെ ഡിഫറൻ്റ് ആക്കുന്ന ഒരു കാര്യമാണ്. ഇതും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻസെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ സ്വന്തം ശരീരവുമായി ബന്ധപ്പെട്ടിട്ടോ, അല്ലെങ്കിൽ മനസ്സുമായി ബന്ധപ്പെട്ടിട്ടോ, കരിയറുമായി ബന്ധപ്പെട്ടിട്ടോ, സ്റ്റഡിയായി ബന്ധപ്പെട്ടിട്ടോ, റിലേഷൻസുമായി ബന്ധപ്പെട്ടിട്ടോ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളെ കണ്ടിന്യൂ ആയിട്ട് മനസ്സിനെ അലട്ടുന്ന രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വളരെ വലിയ മൈൻഡ് ഡാമേജസ് ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് അതിനെ പെട്ടെന്ന് തന്നെ നിങ്ങൾ നല്ലൊരു എക്സ്പെർട്ടിനെ കാണുകയും മൈൻഡ് തുറന്ന് സംസാരിക്കുകയും അതിനുള്ള സൊല്യൂഷൻ തേടുകയും വേണം. ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളൊരു കൗൺസിലിംഗ് ചെയ്യുന്നതോ ഒരു ഡോക്ടറെ കാണാൻ പോകുന്നതോ ഒരു തെറ്റാണെന്നോ കുറച്ചിലാണെന്നോ ഒരിക്കലും വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും കേടുപറ്റുന്ന സമയത്ത് ഒരു ഡോക്ടറെ കാണുന്ന പോലെ തന്നെയാണ് നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായാൽ ഡോക്ടറെ കാണുന്നത്. അത് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. നിങ്ങളുടെ മനസ്സിനെ ഹാൻഡിൽ ചെയ്യുവാൻ, തുറന്ന് സംസാരിക്കുവാൻ അത്തരത്തിലുള്ള ഒരു സന്ദർഭം നിങ്ങൾ ഒരുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ച് പഴയ പോലെ ആകാൻ പറ്റാത്ത അത്രയും നിങ്ങളുടെ മനസ്സ് കേടുവന്ന് പോകും. ഇത് വളരെയധികം ശ്രദ്ധിക്കുക. ദിസ് ഈസ് ഫോർ യുവർ മെൻ്റൽ ഹെൽത്ത്. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഈ പോയിന്റുകളെല്ലാം നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇതിലേത് കാര്യമാണ് നിങ്ങൾക്ക് വളരെ ഇഷ്ടമായത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.